സ്ഥിതിയുടെ ചാക്രികമായ പരിരംഭണത്തിൽ സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആ താത്വികമായ സമ്മർദ്ദത്തിൽ ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അരികു ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടും അതിന് സമാനമായിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ സർക്കാർ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇനിയിപ്പോ പൊതുമരാമത്തിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. എന്താ നമ്മുടെ റോഡുകൾ കാലിഫോർണിയയാണോ ഫിലാഡൽഫിയയാണോ എന്ന് തോന്നും. ആ രീതിയിലാണ് നമ്മുടെ റോഡുകളെല്ലാം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രകൃതിക്ക് മുറിവേൽക്കുന്ന തരത്തിൽ ഒരു വികസന പ്രവർത്തനവും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ നാട്ടിൽ ജീവിക്കുന്ന അടുത്ത തലമുറ ആ സുഖത്തിന്റെ സുഖശീതളിമയിൽ വേണം ജീവിക്കാൻ. ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. എന്താ ഉണ്ണിയെ, ക്ലാസ് ശ്രദ്ധിക്കട്ടാ. പുറത്തു പോയിട്ട് ആളുകളോട് പറയണ്ടേ? അതും ഇതും പറയാൻ പറ്റില്ലല്ലോ. അതാണ്. അപ്പൊ ശ്രദ്ധിച്ചോണ്ടിരിക്കും. കുറച്ചു കാലം കൂടെ നമുക്ക് ഈ രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അമേരിക്കയിൽ നിന്ന് സായിപ്പന്മാർ വരെ വന്ന് നമ്മുടെ പഞ്ചവടിയിൽ ജോലിക്ക് ക്യൂ നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇത് ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കണം. ഇപ്പോ ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ദേ പുറത്തേക്ക് നോക്ക്, ആകെ ഒരു മൂടൽ മഞ്ഞ് പോലെ കാണുന്നുണ്ടോ? ശരിയാണ്. അതിന്റെ ഒരു സുഖശീതളിമ ഈ റൂമിനകത്തേക്കും വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സത്യത്തില് നമ്മൾ മൂന്നാറിലാണോ അതോ ഊട്ടിയിലാണോ കൊടൈക്കനാലിലാണോ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മൊത്തം ഒരു പുകയുണ്ട്. അതാണ് സാറേ. ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം. ചെറിയൊരു സംശയമുണ്ട്. എന്താ? പറഞ്ഞ കാര്യങ്ങൾ വളരെ 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 സത്യസന്ധമാണ്. ഇത് നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇത്രയും സമയമായിട്ട് ഹോർലിക്സും പഫ്സും വന്നിട്ട് അത് വരും. ഹോർലിക്സും പഫ്സും വിതരണം ചെയ്യുന്ന ആളുകൾക്ക് അറിയാം മീറ്റിംഗ് തുടങ്ങിയ എപ്പോ ആ സാധനം കൊടുക്കണം എന്നുള്ളത്. അവർ കൊണ്ടുവരും. സമാധാനമായിട്ടിരിക്കും. ഈ പഫ്സും ചായയും കുടിക്കാൻ വേണ്ടി വന്നതാണോ അതോ പാർട്ടി ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നതാണോ? ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നതാണോ? അപ്പൊ അത് കൊണ്ടുവരും. വേറെ എന്താ, ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടോ? നേതാവേ, ഈ ഫിലാഡൽഫിയ എന്ന് നേതാവ് പറഞ്ഞല്ലോ, അത് നമ്മുടെ ഇന്ത്യയിലാണോ അതോ ഇന്ത്യക്ക് അടുത്ത് വല്ലയിടത്തുമാണോ? അല്ലേ? ആണോ? വേറെ അല്ല നേതാവേ, നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇപ്പൊ കുടിവെള്ളം കിട്ടിയിട്ട് കുറെ ദിവസങ്ങളായി. പ്രതിപക്ഷംകാർ കൊണ്ടുവന്ന് ടാങ്കർ ലോറി കൊണ്ടുവന്ന് വെള്ളം കൊടുത്തു. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച അങ്ങനെ സംഭവിക്കില്ല. കേരളത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. വെള്ളമില്ല എന്ന് പറഞ്ഞു വരത്തുന്നത് പ്രതിപക്ഷമാണ്. എന്നിട്ട് അവർ കൊണ്ടുവന്ന് വരത്തുകയാണ്. അത് അങ്ങനെയല്ല എന്നുള്ളത് ആളുകളോട് പറയണം. നേതാവേ, ചെറിയൊരു സംശയം. അതായത് നമ്മുടെ നാട്ടിലേക്ക് അമേരിക്കയിൽ നിന്ന് പണിയെടുക്കാൻ വരും എന്ന് പറഞ്ഞില്ലേ? വരും. അത് ഏകദേശം ഏത് മാസം വരും? ഈ മാസം വരും? ഈ മാസം ഞാൻ ഉണ്ടാവൂല. ഈ എപ്പോഴങ്ങോട്ട് വരിക? ചെറിയ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പൊ അവര് വരുന്നില്ല, കാണാലോ. എന്തായാലും ഇജ്ജ് വരുന്ന സമയം ഞാൻ പറയാം, അപ്പോഴേ അവര് വരൂ. അതെയോ? എന്തൊരു പ്ലാസ്റ്റിക് കത്തണം വേണം. പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചതല്ലേ? ആരതിങ്ങനെ പുറത്തോട്ട് കത്തിക്കണത്? മാഷ് നേരത്തെ പറഞ്ഞ സുഖശീതളമി ഉണ്ടല്ലോ, അത് പുകയാണ്, മഞ്ഞൊന്നല്ല. പത്തൊന്ന് മൂക്കുന്നത് ചീറ്റുന്നു. ഞാൻ മിണ്ടായിട്ടാണ്. ഇപ്പോ നമ്മൾ പൊതുവെ നേതാക്കന്മാര് വെള്ളം ധരിക്കണമെന്ന് പറയണത് അത് നമ്മുടെ പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു യൂണിഫോമിന്റെ ഭാഗമായിട്ട് എടുത്താൽ മതി. അല്ലാണ്ട് പണിയെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വസ്ത്രമല്ല അത്. ഈ വെള്ളയാകുമ്പോ അത് അഴുക്കാകുമ്പോ വേഗം അറിയും.
അപ്പൊ അത് അവിടെ തൊട്ട പ്രശ്നം ഇവിടെ തൊട്ട പ്രശ്നം അങ്ങനെ വരരുത്. ഇപ്പൊ മറ്റുള്ള പാർട്ടികൾ നമുക്കറിയാലോ സജീവ പ്രവർത്തകരാണ് അവര്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യം വന്ന് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കണം. ഇത് എന്തെങ്കിലും ഒരു പരിപാടിയും കാര്യങ്ങളും ഉണ്ടായ പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കൂടുതൽ സ്റ്റേജിലുണ്ടാവും. വന്നവരൊക്കെ നേതാക്കന്മാരായ അങ്ങനെ ശരിയാവും. ആ നിലപാട് ശരിയാവില്ല നമുക്ക്. അപ്പോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല ശീതളേട്ടാ, പുതിയ യാത്ര വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരു മൂന്നാറിലേക്കുള്ളൊരു യാത്ര നമ്മുടെ പാർട്ടിയുടെ എന്തെങ്കിലും യാത്ര? പാർട്ടി യാത്ര ഇപ്പൊ നിലവില് ഒന്നും കാണാൻ. പിന്നെ ഒരു ആലോചന യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ ചെയ്യാന്ന് ആലോചിക്കുന്നതിനെ കുറിച്ചൊരു യാത്ര അങ്ങനെ ചർച്ചയാണ്. അങ്ങനെ ഒരു യാത്ര മനസ്സിലാകുന്നുണ്ട് നമുക്ക്. എന്താ സംഭവം അറിയില്ല, എന്താ നാട്ടിൽ മൊത്തം പുകയാണ്. നമ്മളെ ഈ പഞ്ചവടി മാലിന്യ പ്ലാന്റ് ഉണ്ടല്ലോ, അവിടെ കുറെ മാലിന്യം മറ്റേ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ടില്ലേ, അതിന് തീ പിടിച്ചോ. പിന്നെ അല്ലാണ്ട് നാട്ടിൽ മൊത്തം കട്ട പുകയാ. തീ പിടിച്ചോ? മൊത്തം കത്തിപ്പിടിച്ച്. എന്നാ പിടിച്ചോ, പിടിച്ചോ. ഉഗ്രം വിഷയാണ് കിട്ടിയിരിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിലുള്ള അനാസ്ഥ കുറെ നാളുകൾക്ക് ശേഷം കിട്ടുന്ന ഒരു വിഷയാണ്. ഇത് വിടരുത് നമുക്ക്. പുക പടർന്നതിന് മുമ്പ് നാട് മുഴുവൻ നമ്മൾ പടരണം. എവിടുന്ന ഈ പുക ഇങ്ങനെ വരുന്നേ? ആരാ ഈ പ്ലാസ്റ്റിക് കത്തിക്കണ്? 100 വട്ടം പറഞ്ഞാലും കേക്കില്ല. ആരാ അവിടെ പ്ലാസ്റ്റിക് കത്തിക്കണേ? എന്ത് പണിയായി കാണിക്കണേ? 100 വട്ടം പറഞ്ഞിട്ടില്ലല്ലേ വളപ്പില് പ്ലാസ്റ്റിക് കത്തിക്കരുത്, പ്ലാസ്റ്റിക് കത്തിക്കരുത്. പ്ലാസ്റ്റിക് കത്തിക്കുന്നില്ലോ നീ? അത് ശരി, ഇപ്പൊ ഞാനായ പ്രതി. എന്തെങ്കിലും അവിടെ എന്തിനാ കത്തിക്കണത്? അത് പുക ഇങ്ങോട്ട് വരണ്ടേ? ഈ പ്ലാസ്റ്റിക് വീട്ടിലെ കത്തിക്കരുത് പറഞ്ഞിട്ടില്ലേ? ഒരു 10-50 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വന്ന് കൊണ്ടുപോയില്ലേ? അത് ഞാനും പെണ്ണുങ്ങൾക്ക് പ്ലാസ്റ്റിക് കൊടുക്കുന്നില്ല, ഞാൻ കത്തിക്കുന്നുണ്ടാടാ. പിന്നെ ആരാ കത്തിക്കണേ? നീയല്ല കത്തിക്കുന്നേ. ഞാൻ എവിടെ വന്ന് നോക്ക്, ആകെ മൊത്തം പുകയാണല്ലോ. അല്ല, അപ്പൊ രാഘവട്ടൻ അവിടെ ഒന്നും കത്തിച്ചിട്ടില്ല? ഞാനൊന്നും കത്തിച്ചില്ല. അപ്പൊ പിന്നെ എവിടുന്ന ഈ പുക വരുന്നത്? അല്ല, ഇതിപ്പോ എല്ലായിടത്തും ഉണ്ടല്ലോ പുക. ആര് പോകിട്ട് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കത്തിക്കാൻ ശ്വാസം കിട്ടണില്ലേ പെട്ടെന്ന്? ഞാൻ നിങ്ങളെ കത്തിക്കണെന്ന് കരുതിയിട്ട് ഞാൻ കത്തിക്കുക. ഞാൻ എന്റെ പൊട്ടനാ. അല്ല, ഇത് ബോംബ് ഇട്ടു ഇനി ആരേലും? എന്താ ഇത്? പിന്നെന്താ സകല സ്ഥലത്തുണ്ട്. ഇതെങ്ങനെയാ കത്തിയത്? ഇത് കത്തിച്ച തന്നെ പൈസ കൊടുത്ത് വിഷമാകുന്ന അവസ്ഥയായി. ഇത് വിടാൻ പറ്റില്ല. ഇതിങ്ങനെ വിടാൻ പറ്റില്ല. ഇത് പ്രതികരിക്കാണ്ടിരുന്ന നമ്മള് ഞാനാണ്. അല്ല ശീതള, ഇത് എന്താ അങ്ങനെ ആകെ പോക? ഒന്നും പറയണ്ട സുധേട്ടാ. നമ്മുടെ പഞ്ചവടിയിലെ മാലിന്യ പ്ലാന്റ് ഇല്ലേ, അത് മൊത്തം നീ പിടിച്ചേക്ക. അതെങ്ങനെ തീ പിടിച്ചു? എന്താണ് സാറേ, 1 മണിക്കൂറായി. വല്ല നടക്കൂ ഇത്? അതായത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് വിളിക്കാൻ വന്ന ഡ്രൈവർ 2 മണിക്കൂറായിട്ട് കാത്തു നിൽക്കുകയാണ്. ഇവനെയൊക്കെ വെച്ചിട്ട് എന്തിനു സിനിമ പിടിക്കണമെന്നാണ് എനിക്കറിയാൻ വയ്യാത്. ആ ലൊക്കേഷനിലുള്ള ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. എത്ര നേരമായിട്ട് എത്ര പേര് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സൂപ്പർ സ്റ്റാർ ആയി പോയില്ലേ? സെലിബ്രേറ്റ്. ഇവൻ സ്റ്റാർ ആണെന്നുമ്പോൾ അവസ്ഥ അറിയാമോ? ഇല്ല. ഇവന് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ പൈസ ഇല്ല, ഡ്രസ്സ് ഇല്ലാതെ നാട്ടുകാർ അവിടുത്തെ ക്ലബ്ബിലെ പിള്ളേരെല്ലാം ഇവിടെ പിരിവെടുത്ത് കൊടുത്ത് വിട്ടാണ്. സ്റ്റാർ ആയി കഴിഞ്ഞു. സാറിനതൊക്കെ എടാ, ഞാൻ മാധ്യമ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഇപ്പം സീരിയലിലൊക്കെ ഇങ്ങനെ ചാൻസ് വെച്ച് നടക്കുന്നു ഈ പയ്യൻ. അന്ന് ഇത്ര ചാടൊന്നുമില്ല. ഇനി ചെന്നാൽ ക്യാരവനിലേ ഇരിക്കുള്ളൂ. ഇപ്പൊ 5 നടന്മാരുണ്ട്, 5 നടന്മാർക്ക് 5 ക്യാരവൻ.
ആ പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു സിനിമ പിടിക്കാം. സെലിബ്രിറ്റികളല്ല സെലിബ്രിറ്റി മനുഷ്യന്മാരല്ലേ, പൈസ അവിടെ വരുന്നുണ്ട്, സ്വന്തമായിട്ട് വണ്ടി ഉണ്ട്, എന്നാൽ അതിൽ പോകില്ല. അവിടെ നിന്ന് കാർ വിട്ടുകൊടുത്ത് അതിലേ പോവുള്ളൂ. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സൂപ്പർ സ്റ്റാർ റാംബോ മോഹൻ്റെ വീട്ടിലാണ്. സൂപ്പർ സ്റ്റാർ റാംബോ മോഹൻ ഇറങ്ങിയിട്ടുണ്ട്, ഷൂട്ടിങ്ങിന് പോകുന്ന തിരക്കിലാണ്. നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പഞ്ചവടി മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായിരിക്കുന്ന അഗ്നിബാധ, അവിടുത്തെ കൂമ്പാരമായി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തി വിഷപ്പുക ആ പ്രദേശം മുഴുവനും വിഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭരണപ്രതിപക്ഷങ്ങൾ പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനും പ്രതികരിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ റാംബോ മോഹൻ സാറിന്റെ പ്രതികരണം എന്താണ് നമുക്ക് നോക്കാം. സാർ, ഞങ്ങൾ ഫിഷ് ടി വിന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പഞ്ചവടിയിൽ ഉണ്ടായിരിക്കുന്ന ആ രൂക്ഷമായ വിഷയത്തെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല സാർ, പഞ്ചവടിയിലെ വിഷയത്തെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? പഞ്ചവടിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീയെല്ലാം കത്തിയിട്ട് വിഷപ്പുകയെല്ലാം വന്നിട്ട് ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് സാർ. ഞാൻ കുറച്ച് തിരക്കിലാണ്, ലൊക്കേഷനിൽ പോകാൻ ഇറങ്ങിയത്. അല്ല സാർ, സാറൊരു സൂപ്പർ സ്റ്റാറാണ്. നമ്മുടെ നാട്ടിൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. ഭരണപ്രതിപക്ഷം പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ആരും ഒന്നും പറയുന്നില്ല സാർ. ഇപ്പോൾ ഈ വിഷയത്തിനെതിരായിട്ട് നമ്മുടെ അപ്കമിങ് സൂപ്പർ സ്റ്റാറുകളായ സുരേഷ്, രമേശ്, സതീഷ്, നിതീഷ്, വിജീഷ് ഇവരെല്ലാവരും പ്രതികരിച്ചു കഴിഞ്ഞു. അവരുടെ ബൈറ്റുകൾ കിട്ടി, അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ എപ്പോൾ പ്രതികരിച്ചു? അവർ ഈ പുക ഉണ്ടായപ്പോൾ തന്നെ അവർ ബൈറ്റ് വന്നു. നീ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞേ? അല്ല, നിങ്ങൾ ആദ്യം എൻ്റെ അടുത്തല്ലേ വരണ്ടത്, ഞാനാണ് സൂപ്പർ സ്റ്റാർ. അവരൊക്കെ പുതിയ പുതിയ പിള്ളേരാണ്. ഇപ്പൊ ഞങ്ങൾ ആദ്യം വിടുന്നത് സാറിന്റെ ബൈറ്റ് ആയിരിക്കും, അവരൊന്നും വിട്ടിട്ടില്ല. സാറിന്റെ തന്നെ ഫസ്റ്റ് വിടും. നീ പിന്നെ ഒറ്റി നോക്കണത്. ഓക്കെ, എടുക്കാം. പിന്നെ ഒരു മിനിറ്റ്, നമ്മളിത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്ലാൻ ചെയ്തെടുത്ത പോലെ തോന്നും. ഒരു എൻട്രി എടുത്തിട്ട് അങ്ങനെ എടുക്കാം. ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ പറ്റില്ല. പിന്നെ പുതിയ ടെക്നോളജി ഞങ്ങൾ അങ്ങനെ പറ്റില്ല സാർ. അപ്പോൾ നമ്മുടെ ഈ പഞ്ചവടിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പുണ്ടായ ആ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കത്തിയതിന് അത് ജനങ്ങൾ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ സാറിന് എന്താണ് പറയാനുള്ളത്? പഞ്ചവടിയിലെ എൻ്റെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ദുരവസ്ഥയിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്, നിങ്ങളൊറ്റയ്ക്കല്ല. കാരണം അവിടെയുള്ള പ്രേക്ഷകരാണ് എന്നെ ഞാനാക്കിയത്. അവരില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ അവരില്ല. സത്യത്തിൽ ഞാനിന്ന് ഇറങ്ങാൻ വൈകിയത് തന്നെ പഞ്ചവടിയിലെ പാവപ്പെട്ട എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അകത്തിരുന്ന് മനം നൊന്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ പോകുന്ന ഷൂട്ടിങ്ങിനല്ല, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ഡിസ്കഷൻ ഉണ്ട്. മന്ത്രിമാരുമായിട്ടാണോ, MLA മാർ, അങ്ങനെ ആരെങ്കിലും? അല്ല, എനിക്കൊരു പ്രൊഡ്യൂസറുമായിട്ട് ഇതിനായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ട്. പ്രൊഡ്യൂസറുമായിട്ട് ഇത് എന്താണ് സാർ? ഞങ്ങൾ ഈ വിഷയത്തിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങളൊരു ബിഗ് ബജറ്റ് സിനിമ എടുക്കാൻ പോകുന്നു. അതിനുള്ള ഒരു ഡിസ്കഷൻ വേണ്ടിയിട്ടാണ്. പഞ്ചവടിയിൽ തീ കത്തി ജനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഈ ഒരു സമയത്ത് സാർ ഒരു സിനിമ ചെയ്യാൻ പോകണല്ലേ? ഇതിന് നല്ലതാണ് സാർ. അവർക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? എല്ലാവരും നോക്കി നിൽക്കുന്നു, നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു. സാർ, ഈ സിനിമയുടെ പേരെന്തായിരിക്കും? പുക. നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ശ്രീ റാംബോ മോഹൻ സാറിന്റെ പ്രതികരണമാണ്. എന്തായാലും പഞ്ചവടിയിലെ ജനങ്ങൾക്ക് ആശ്വാസമേകാനായിട്ട് അദ്ദേഹം ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യാൻ പോവുകയാണ്. ആ സിനിമയുടെ പേര് പുക. ഈ സിനിമ റിലീസ് ആകുമ്പോഴേക്കും പഞ്ചവടിയിലെ ജനങ്ങളുടെ കാര്യം ഏതാണ്ട് കട്ട പുകയാവും. സത്യം. മറിമായം